ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഫ്ലൈയിങ് ഡേ ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മളുടെ നാട്ടിൽ നിന്ന് അച്ഛൻ ജോലിക്ക് വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ പോയപ്പോഴുള്ള വീഡിയോ ആണിത്. എയർപോർട്ടിലാണ് നിറച്ച് ബ്രസീലിലേക്കാണല്ലോ. അപ്പോൾ ഒരുപാട് നിറച്ച് മദാമ്മമാരും ഒരുപാട് ഇംഗ്ലീഷ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ട്രിപ്പ് അവിടെയൊക്കെ ലീവ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ട്രിപ്പ് കാരണം എയർപോർട്ടിലായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ പോണ നേരത്തെ അച്ഛൻ വീഡിയോ എടുത്തതാണിത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോയപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകൾ, കുറേ ഫ്ലൈറ്റുകൾ അവിടെ നിൽക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്ലൈറ്റിൻ്റെ ഉള്ള ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ നിർത്തി വെച്ചിട്ടായിരുന്നു. വലിയ ഫ്ലൈറ്റുകളാണ് കേട്ടോ കാണാൻ. നമ്മൾ നേരിട്ട് ഫ്ലൈറ്റിൽ പറക്കുന്നതിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ വളരെ മനോഹരമാണ്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരിട്ടിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു തരം അത്ഭുതം പോലെയാണല്ലോ. നമുക്ക് നല്ല അടിപൊളിയായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങി. വീണ്ടും നമ്മളുടെ ഫ്ലൈറ്റുകൾ പോണ വീഡിയോ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വേറൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല പറന്നു പോണ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഫ്ലൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു മനോഹര ഒരു ദൃശ്യമാണ്. പിന്നെ ലാൻഡ് ചെയ്യാൻ തുടങ്ങി. പതിയെ മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ പോയത് കൊച്ചി എയർപോർട്ടിലാണ്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഫ്ലൈറ്റ് പതിയെ ലാൻഡ് ചെയ്തു. അങ്ങനെ ഇതൊക്കെ കുറച്ച് ഇങ്ങനത്തെ നമ്മളെ ഫ്ലൈറ്റ് എടുക്കുന്നതായിട്ട് മുൻപത്തേതാണ് വീഡിയോസാണ്. ഫ്ലൈറ്റ് പിന്നെ എടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ മേലിലൂടെ പറന്നു തുടങ്ങിയപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ആകാശങ്ങളിൽ കെട്ടി നിൽക്കുന്നതും പുറത്തത്തെ കോണ്ടിനെൻസിനൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഓഷ്യൻ, കോണ്ടിനെൻസ്, അങ്ങനെ കുറേ ഇതുകളൊക്കെ കാണാൻ പറ്റി. കുറേ കോണ്ടിനെൻസ് ഉണ്ടായിരുന്നു. രാത്രിയാണെങ്കിൽ നമുക്ക് ഇതൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു. കോണ്ടിനെൻറ്റുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വാട്ടറൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ തന്നെ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ നിന്ന് ഈ ഗൾഫിലെത്തിയിട്ട് അവിടെ നിന്ന് ദുബായിൽ നിന്ന് വേറൊരു ഫ്ലൈറ്റ് കയറിപ്പോയി. അവിടെ നിന്നും ഇതുപോലത്തെ തന്നെ അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ തന്നെയായിരുന്നു. വലിയ ഫ്ലൈറ്റിൻ്റെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ. പിന്നെ ഫ്ലൈറ്റ് മൂവ് ചെയ്യായിരുന്നു ആ ടൈമിൽ. അങ്ങനെ നമ്മളുടെ ഭൂമി നല്ല പച്ചയിലും നീല കളറൊക്കെ ആണെന്ന് പറയുന്നത് സത്യമാണ്. അത് കാണുമ്പോൾ വെള്ളം ഓഷ്യനൊക്കെ കൂടി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ പച്ചപ്പും കൂടി കാണുമ്പോൾ, പിന്നെ താഴെ നോക്കി കഴിഞ്ഞാൽ ഈ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഫുൾ വീടുകൾ, നിറച്ച് വീടുകൾ കാണാൻ പറ്റും. ഉറുമ്പുകൾ കാണുന്ന പോലെയാണ് വീടിന് കാണുന്നത്. എൻ്റെ മേൽവശം മാപ്പ് തുറക്കുമ്പോൾ നമ്മൾ ഒരു ലാൻഡ് മാപ്പ് നോക്കുമ്പോൾ കാണാമല്ലോ, അതുപോലെ മാപ്പിൽ പോലെ കുറേ നമുക്ക് കുറേ വീടുകൾ കാണാൻ സാധിച്ചു. പിന്നെ ഈവനിങ് ടൈമായി. ഇപ്പോൾ വീണ്ടും ഫ്ലൈറ്റിൻ്റെ ടൈം തന്നെയായി. വീണ്ടും ആ ഫ്ലൈറ്റിലേക്ക് തന്നെ കയറേണ്ട സമയമായി. അങ്ങനെ ഓരോ ഖത്തറിന്ന് ഗൾഫിൽ നിന്ന് അങ്ങനെ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഗൾഫിൽ നിന്നും കുറേ ഖത്തറിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ ഫ്ലൈറ്റുകൾ വന്നിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ അവിടുന്ന് വീണ്ടും വേറെ ഫ്ലൈറ്റിലേക്ക് പോയി. പിന്നെ ഫ്ലൈറ്റ് തിരിയുന്ന ഒരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. ആ ഫ്ലൈറ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ടെലികോഫ് സിനിമയ്ക്കിനൊക്കെ ഓർമ്മ വരും. ഈ ഫ്ലൈറ്റ് നമ്മൾ അടുത്ത് നിന്നിട്ട് കുറേ കണ്ടിട്ട് ഇല്ലല്ലോ. നമ്മൾ ആകെ ഫ്ലൈറ്റ് പറക്കുന്നത് കുറേ വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ വരുന്നതും എൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ കാഴ്ച ഒരു മനോഹര കാഴ്ച തന്നെയാണ്. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി, അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു.
അവിടുന്ന് സ്റ്റെപ്പിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നതാണ്. നല്ല മനോഹരമായിരുന്നു. പിന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ അവിടെ ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. Cabin crew and customers on board. പിന്നെ നമ്മളുടെ സ്കൈ ഡൈവ് പോയിൻ്റാണ്. സ്കൈ ഡൈവ് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി പോയിൻ്റ് തന്നെയാണ്. ഗൾഫിലത്തെ ഒരു സ്ഥലമാണ് ഇത്. പിന്നെ നല്ല മനോഹരമായിട്ടുണ്ട്. ആ കോണ്ടിനെൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഷേപ്പ്, പാമ്പ് പോലൊരു ഷേപ്പ്, ലാൻഡ് പോലെ വായിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. നല്ല ഫുൾ വാട്ടറിൻ്റെ ഇത് നമുക്ക് അടിയിൽ നിന്നാൽ തന്നെ കാണാൻ സാധിക്കും. മേലെ ഇരുന്നാൽ പോലും കാണാൻ പറ്റും. കുറേ ഓഷ്യൻസ് ഉണ്ട്. ഓഷ്യൻ കുറച്ച് ഉണ്ട്. പിന്നെ കൂടുതൽ കോണ്ടിനെൻസിനെയാണ് നമുക്ക് നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഈ അറ്റ്മോസ്ഫിയറൊക്കെ നമുക്കിങ്ങനെ ഈ ആഘോഷമല്ല സോറി ആകാശം നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ടൈമിൽ. നല്ല ഭംഗിയുള്ള ഒരു പോയിൻ്റ് ആണ്. ഈ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മോർണിംഗിൽ പോകുന്നത് നല്ല ഒരു ഇതാണ്. നല്ല പോയിൻറ്റുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ അടിപൊളിയാണ്, കിടുവാണ്. അങ്ങനെ അതിൽ ഏറ്റവും ഭംഗി ഇങ്ങനെ ഈവനിങ് ആയിട്ടോ, ഈവനിങ് ടൈം ആയപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുക മലയുടെ പിന്നിലൊക്കെ നല്ല സൂര്യപ്രകാശം ഇത്തരം ഗോൾഡൻ കളർ വരുന്നത്. പിന്നെ നമ്മളുടെ എന്താണ് ജസ്റ്റ് കുറേ വീടുകൾ നിരന്ന് അടുപ്പിച്ച് വീടുകളും ഹോട്ടൽസും അങ്ങനെ ഒരുപാട് ഇതുകളുണ്ട്. അടിപൊളിയാട്ടോ.
പിന്നെ നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഇതാണ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ടൈം ആയപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അവിടെ അറ്റത്തൊരു ദീപം സ്വർണ്ണ കളറൊക്കെ തോന്നുന്നുണ്ട്. അടിപൊളിയായിരുന്നു.
ഈവനിങ് ടൈം ആയപ്പോൾ അടിപൊളി, രാത്രി ടൈം ആയപ്പോൾ അടിപൊളി, സൂപ്പറാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം. നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനെ ഈ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ മറക്കാതെ കാണുക. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ. ബൈ ബൈ.